ഭയങ്കര അടിപൊളി റെസ്പോൺസാണ്. വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടല്ലോ അതിനകത്ത്. ലൈക്ക് ഇത്രയും ചെറിയ ഏജിൽ അത്രയും ഒരു ഏജ് എല്ലാം കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് എഫേർട്സ് എടുക്കണം. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ഹബീബി എനിക്ക് ഫസ്റ്റ് വന്ന പ്രൊജക്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് എനിക്ക് വന്നപ്പം ഡയറക്ടർ വിളിച്ചിട്ട് നമുക്ക് തമിഴ് മൂവി ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പം ഞാൻ അതിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ അത്രയും വെയിറ്റ് കൂട്ടണമെന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. അത്രയും വെയിറ്റ് ഒരു 15-20 കിലോ കൂട്ടണം എന്നോ അല്ലെങ്കിൽ എന്നെ ഏജായിട്ട് കാണിക്കുമെന്നോ അതെനിക്ക് അടുത്ത പ്രൊജക്റ്റിൽ അത് ബുദ്ധിമുട്ടാവുമോ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ബിക്കോസ് എനിക്കൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു, ആദ്യമായിട്ടൊരു സിനിമയിലൊരു സ്റ്റെപ്പ് വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ അത് മാത്രമേ നോക്കിയുള്ളൂ. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലൊരു എൻട്രി കിട്ടുക എന്നുള്ളത് മാത്രമേ നോക്കിയുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ മീര സാറിൻ്റെ അടുത്ത്, ഡയറക്ടർ പേര് മീര കതിരവൻ എന്നാണ്. അപ്പം മീര സാറിൻ്റെ അടുത്ത് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ പ്രൊജക്റ്റിൽ ഇന്നായി നമ്മൾ ആ ഒരു ഏജ് കുറഞ്ഞ സമയത്തുള്ളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരു 6 to 7 months നമുക്കൊരു ഗ്യാപ്പ് തന്നിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു 7 months നമ്മളൊരു അതിൽ ഹീറോ 20 kg ഇൻക്രീസ് ചെയ്തു, ഞാൻ 15 kg ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ ലൈക്ക് ഡയറ്റ്, പ്രോപ്പർ ഡയറ്റ്? അതാണ്, ആ ഒരു അത്രയും സമയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ പ്രോപ്പർ ഡയറ്റൊക്കെ എടുക്കുമ്പം ലേറ്റ് ആവും. ആ ഒരു നല്ല ചബ്ബി ആവണം എന്ന് പറയുന്നു. ബിക്കോസ് ഏജ് കാണിക്കുമ്പം മേക്കപ്പിൽ മാത്രമാകുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ക്യാരക്ടർ അത്രയും ഇതാവത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഏജ് കാണിക്കാൻ വേറൊരു ആർട്ടിസ്റ്റിനെ വെക്കുമ്പോഴും ഓഡിയൻസിൻ്റെ അടുത്ത് ഓക്കെ വേറൊരാളല്ലേ ചെയ്യുന്നത്. അപ്പം ഡയറക്ടർ ആദ്യം പറഞ്ഞിരുന്നു നിങ്ങൾ എന്നെ ചെയ്യണം, നിങ്ങൾ എന്നെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ അത് കണക്റ്റ് ആവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 6 to 7 months നമ്മൾ 15 kg ആണ് ഞാൻ ഇൻക്രീസ് ചെയ്തത്. പക്ഷെ ഒരു ഡയറ്റും നോക്കാണ്ട് ഭയങ്കര അൺഹെൽത്തി ആയിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം എനിക്കിതിനെപ്പറ്റി ഐഡിയ ഇല്ലായിരുന്നു. ഡയറ്റ് നോക്കി ചെയ്യേണ്ടത് ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് വേണേൽ വെയിറ്റ് കൂട്ടാം, പക്ഷെ അതിനൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ അതിന് വേണ്ട മേ ബി ആ സമയത്ത് എനിക്ക് ആ ഒരു ഡയറ്റീഷ്യനെ വെച്ച് അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് ഡയറ്റ് പ്ലാൻ മേടിച്ച് അങ്ങനെയൊക്കെ ചെയ്യാനും അത്രയും ഫിനാൻഷ്യൽ പരിപാടിയും വേണം. അപ്പം അതിൻ്റെ സപ്പോർട്ടൊന്നും അത്ര ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഞാനാണ് ജോലിയും ഒക്കെ വിട്ടിരിക്കുന്ന സമയത്തല്ലേ. അപ്പം ഞാൻ ഭയങ്കര അൺഹെൽത്തി ആയിട്ട് വീട്ടിൽ നിന്ന് ഒരുപാട് ഈ ഓയിലി അല്ലെങ്കിൽ ഫ്രൈഡ് അല്ലെങ്കിൽ ബിരിയാണി, ഗീ റൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, രാവിലെ തന്നെ പഴം നെയ്യിൽ ഇതാക്കിയിട്ട്. അപ്പം വണ്ണം വയ്ക്കാൻ എന്തൊക്കെ അൺഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുമോ അതൊക്കെ കഴിച്ചിട്ടാണ് വണ്ണം വെച്ചിരുന്നത്. 15 kg ഇൻക്രീസ്. നമ്മളൊരു 2 weeks കൂടുമ്പം ഡയറക്ടർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം, എത്രത്തോളം വെയിറ്റ് ബാലൻസ്, ഐ മീൻ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ടോ, ഫേസിൽ ആ ഒരു ചബ്ബിനെസ് ഒക്കെ വന്നിട്ടുണ്ടോ, കുറച്ചും കൂടെ ഏജ്ഡായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു സംഭവം. ഡയറക്ടർ ഇപ്പം ഒരു 15 kg ആയപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെയാണ്, ഇപ്പോൾ ഓക്കെയാണ്, നമ്മളിനി ഷൂട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ നമ്മളെന്താ പറയുക, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാണ്ട് ഇങ്ങനെ കഴിച്ചും ഉറങ്ങിയും റെസ്റ്റ് എടുത്തും വെയിറ്റ് കൂട്ടിയതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അത്? ആ സമയത്ത് എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ വൺസ് നമ്മളെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് ഇതിനെ ഇങ്ങനെ കുറയ്ക്കും, ഒരുപാട് കഷ്ടപ്പെടണം എന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ ഈ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ കുറച്ചൊന്നും കഷ്ടപ്പെട്ടാൽ പോരാ. ലൈക്ക് 15 kg അൺഹെൽത്തി ആയിട്ട് കയറ്റിയോണ്ട് ഫാറ്റ് പെർസെൻറ്റേജ് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിലേക്ക് മാറിയത്. ഫസ്റ്റ് ഞാൻ നാട്ടിൽ നിന്നാൽ ഞാൻ മേ ബി മടിച്ച് ഇതൊന്നും ചെയ്യത്തില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ കൊച്ചിയിലോട്ടേക്ക് ഷിഫ്റ്റായിട്ട് ഫസ്റ്റ് ചെയ്തത് ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്രോസ് ഫിറ്റ് ജോയിൻ ചെയ്തു. അവിടെ നിന്നാണ് കുറച്ച് കൊണ്ടുവന്നത്. പിന്നെ പ്രോപ്പർ വെയിറ്റ് ഒക്കെ എടുത്ത് ആദ്യം ക്രോസ് ഫിറ്റ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, കാർഡിയോ മറ്റേ പരിപാടിയും അങ്ങനത്തെയൊക്കെ. പിന്നെ പ്രോപ്പർ വെയിറ്റ് ലിഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ചതാണ്, അത്രയും കുറച്ചു. മലബാർ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുഡ് മെയിൻ ആണ് അവിടെ. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുക? എനിക്ക് എല്ലാ ഫുഡും ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്, എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഒരു ക്വാണ്ടിറ്റി അങ്ങനെ മനസ്സിലുണ്ട്, ഇത്രേ കഴിക്കണ്ടുള്ളൂ എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കത്തുള്ളൂ. പക്ഷെ എല്ലാം ട്രൈ ചെയ്യണം. എല്ലാവരും പറയും, ഫ്രണ്ട്സൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നീ അവിടെ പോകണം ഇത് കഴിക്കണം എന്നൊക്കെ പറയുന്ന അത്രയും കഴിക്കും വിചാരിക്കുന്നു. പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ടെന്നല്ല, എല്ലാം കഴിക്കണം. പക്ഷെ ഒരു ക്വാണ്ടിറ്റിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വണ്ണം വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് കഴിക്കുകയാണ്. ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ, മമ്മൂട്ടി, മോഹൻലാൽ ആക്ടേഴ്സിൽ? മമ്മൂട്ടിയും മോഹൻലാലും ചോദിച്ചാൽ എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടം ലാലേട്ടനെയാണ്.
രണ്ടുപേരെയും നല്ല ഇഷ്ടമാണ്. രണ്ടുപേരെയും സിനിമകൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. രണ്ടുപേരും അവരുടേതായ ഒരു പരിപാടിയാണ്. പക്ഷേ എനിക്കെന്താ ചെറുപ്പം മുതൽ ലാലേട്ടനെ കുറച്ചും കൂടെ ഒരു പൊടിക്ക് ലാലേട്ടനെ കുറച്ചും കൂടെ ഇഷ്ടം. ഒരു കാര്യം ലൈഫിൽ ഒരു സാധനം ഒരു എന്തെങ്കിലും ഇൻസിഡൻറ്റോ ഓർ എന്തെങ്കിലും ഒരു മൊമെന്റ് അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ട് ലൈക്ക് അന്നിങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇന്നിങ്ങനെ ആയി അല്ലെങ്കിൽ അന്ന് വന്നില്ലായിരുന്നേ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? പോസിറ്റീവായിട്ട് കുറേ കാര്യം തോന്നിയിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോസിറ്റീവായിട്ട് ഞാൻ എടുക്കത്തുള്ളൂ. ഓക്കെ, മേ ബി അതുകൊണ്ടായിരിക്കും എനിക്ക് അതിലും ബെറ്റർ വരാനായിരിക്കും, അങ്ങനെയൊക്കെ എപ്പോഴും വിചാരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എവിടെ സ്റ്റക്കാകുമ്പോഴും വീണ്ടും വീണ്ടും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ജോലി ഞാൻ പറഞ്ഞില്ലേ ജോലി വിട്ട ഡിസിഷൻ അത് ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ മേ ബി എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ മധുവിധുവും ഇല്ലായിരുന്നു, ഹബീബിയും ഇല്ലായിരുന്നു, ഇനി ചെയ്യാൻ പോകുന്ന പ്രൊജക്ട്സും ഉണ്ടാവില്ല. അറ്റ് പ്രസന്റ് ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജിൽ ഓക്കെയാണ്, ഹാപ്പിയാണ്. ഒരു സ്റ്റെപ്പ് വെക്കണം എന്നൊരാഗ്രഹിച്ച് സിനിമ സ്വപ്നം കണ്ട രീതിക്ക് ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഇതല്ല, ഇവിടെയല്ല എനിക്ക് എത്തേണ്ടത്. എനിക്ക് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ ഓർത്ത് വെക്കുന്നത്, പറയുമ്പം ഓർത്ത് വെക്കുന്ന അല്ലെങ്കിൽ അത്രയും അവരെ കണക്റ്റ് ആവുന്ന പോലത്തെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവിടെ എത്തുമ്പോഴായിരിക്കും ശരിക്കും എൻ്റെ ആ ഒരു ഗോൾ അച്ചീവ് ആയി എന്നുള്ള രീതിക്കുള്ള ഹാപ്പിനെസ് കിട്ടുന്നത്. പക്ഷെ ഇപ്പം സ്റ്റിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഒരു ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചോദിക്കുന്ന ആരുടെ? സെൽഫായിട്ട് ഡിസിഷൻ എടുക്കുമ്പോൾ ആരോടും സപ്പോർട്ട് ചോദിക്കാറില്ല. ഞാൻ എടുത്തിട്ട് പ്ലാൻ ചെയ്തിട്ട് ഓക്കെ നല്ലോണം ആലോചിച്ചിട്ട് ഞാൻ ചെയ്തിട്ട് ഓക്കെ ഞാനിത് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഞാനിത് ചെയ്തു അങ്ങനെയാണ് പറയുന്നത്. അല്ലാണ്ട് ഞാനിത് ചെയ്യട്ടെ, ഞാനിത് ഇങ്ങനെ ചെയ്യട്ടെ എന്നുള്ള ഡിപ്പെൻഡബിൾ അല്ല. കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെറുപ്പം മുതൽ അങ്ങനെയാണ്. എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും പക്ഷേ എനിക്ക് വൾണറബിൾ സൈഡും ഉണ്ട്, ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആവും. പക്ഷെ വലിയ ഡിസിഷൻ മേക്കിംഗ് പരിപാടിയാണെങ്കിൽ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല, എന്ത് റിസ്ക് കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ കുഞ്ഞു കാര്യങ്ങളില്ലേ, ലൈക്ക് അത് മേ ബി ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യമായിരിക്കും, അത് ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റാണ്. ഞാൻ ഒരാളില്ലാണ്ട് ക്രോസ് ചെയ്യത്തില്ല, ഒരാളില്ലാണ്ട് ഒരു പടത്തിന് പോകത്തില്ല, അല്ലെങ്കിൽ ഒരാളില്ലാണ്ട് ഫുഡ് കഴിക്കാൻ വെളിയിൽ പോകത്തില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ആരെങ്കിലുമൊക്കെ വേണം മിണ്ടാൻ അല്ലെങ്കിൽ കൂടെ വരാൻ, എന്ത് കാര്യത്തിനാണെങ്കിലും. ഇപ്പം ഒരു ഷൂട്ടിന് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അമ്മയോ ആരാണെങ്കിലും എനിക്ക് കൂടെ ആരെങ്കിലും വേണം. ഞാൻ എപ്പോഴും ആലോചിക്കും ഓക്കെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് ഞാൻ റൂമിലിരിക്കുമ്പോൾ എനിക്ക് മിണ്ടാരും ഇല്ലല്ലോ, ഭയങ്കര ഇതായിട്ടിരിക്കും. ഒരുപാട് മിണ്ടുന്ന ആളായതുകൊണ്ടായിരിക്കും. അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതെന്ന് എപ്പോഴും അമ്മയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അമ്മ തന്നെയാണ് എപ്പോഴും കൂടെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഇഷ്ടപ്പെട്ട ആങ്കറിന് ഒരു ഫുഡായിട്ട് ഇപ്പോൾ എനിക്ക് ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ലാലേട്ടൻ പറയുമ്പോൾ എനിക്ക് നല്ല ചൂട് ജിലേബി പോലെ ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടപ്പെട്ട ആക്ടറോ അല്ലെ ആക്ട്രസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. ആളെ പേര് പറയാം, പറഞ്ഞാൽ മതി. അവർ ആലോചിക്കും പെട്ടെന്ന് എന്ന മൈൻഡ് തന്നെ ഒരു ഫുഡ് പറയുമ്പോൾ ആക്ടേഴ്സിന്റെ ഇപ്പൊ ഞാൻ പേര് പറയാം. അപ്പോൾ ആക്ടറുടെ പേര് പറയുമ്പോൾ ഏത് ഫുഡാണ് ആദ്യം ഓർമ്മ പറയണേ? അപ്പൊ ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത ഫുഡ് പറഞ്ഞാലും മതി. മമ്മൂട്ടി മമ്മൂക്ക എന്ന് പറയുമ്പം എനിക്ക് ഫുഡല്ല ഓർമ്മ വരുന്നത്, ഹെൽത്തി എന്ന് പറയാനാണ്. ബിക്കോസ് ഭയങ്കര എപ്പോഴും ഇന്റർവ്യൂസിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ എല്ലാം നമ്മൾ കഴിക്കണം, എന്നപ്പോ നമുക്ക് ഒരുപാട് നാള് കഴിക്കാമെന്ന് പറയുന്ന അത് ഓർമ്മ വരുന്നത്. ലാലേട്ടനാണെങ്കിൽ ഭയങ്കര നമ്മൾ സ്വീറ്റ് ഉള്ള എന്ത് ഫുഡും പുള്ളിക്ക് ചെയ്തു. ലാലേട്ടനാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പീസും അതുപോലത്തെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ലൈക്ക് കാരമൽ ബനാന അങ്ങനത്തെ കുറേ സാധനം ട്രൈ ചെയ്തില്ല. അപ്പോൾ എനിക്കെപ്പോഴും അത് ഭയങ്കര ഇഷ്ടമാണ്. സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലാലേട്ടൻ അങ്ങനത്തെ കുറേ റെസിപ്പിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സ്വീറ്റ്സ് എന്തും ദിലീപേട്ടൻ എല്ലാം കൂടി ഒരു സദ്യ എന്നൊക്കെ പറയാൻ കാരണം വേറെ ഭയങ്കര ഡിഫറെൻറ്റ് ക്യാരക്ടർ ചെയ്യുന്ന ആളാണല്ലോ. ഓരോ സിനിമയിൽ കണ്ട ആളായിരിക്കില്ല. പഴയ വെച്ച് നോക്കുമ്പോൾ അയ്യോ ഒരുപാട് ഡിഫറെൻറ്റ് പരിപാടി ചെയ്തുകൊണ്ട് എല്ലാം ഉണ്ട്. ഇപ്പം ദിലീപേട്ടൻ്റെ പ്ലേറ്റിൽ എല്ലാം ഉണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ കുറച്ച് പേര് പറയാം. അതിൽ ഇവരുടെ കൂടെ ഏതൊക്കെ റോളിൽ ഇനി അഭിനയിക്കണം, ഇങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യണം. ബേസിൽ ജോസഫിന്റെ ഹീറോയിനായിട്ട്. പിന്നെ ടോവിനോട് ഹീറോയിൻ ആവാൻ പറ്റുമോന്ന് അറിയില്ല. ഇല്ലെങ്കിൽ വല്ല ഫ്രണ്ടോ സിസ്റ്ററോ
ഇനിയിപ്പം വല്ല എക്സോ ആരെങ്കിലും ആവട്ടെ. ഓക്കെ, ലാലേട്ടൻ്റെ കൂടെ ആണെങ്കിൽ എന്തായാലും ഓക്കെയാണ്. എന്നാൽ ലാലേട്ടൻ്റെ കൂടെ എനിക്ക് ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞായിരുന്നു, ഞാൻ എപ്പോഴും പറയില്ല, ഏതെങ്കിലും ഒരു ചെറിയ സ്ക്രീൻ ഷെയർ ചെയ്താലും ഐ എം ഹാപ്പി. പൃഥ്വിരാജ് രാജുവേട്ടൻ്റെ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യണം, നല്ല കിടിലം ക്യാരക്ടർ ചെയ്യണം. ഇനി വേറെ എന്തെങ്കിലും റോൾസ് ചെയ്യണമെന്നുണ്ട്, ലൈക്ക് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സോ ഓർ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്? ഇമോഷൻ പരിപാടി, ഐ മീൻ കുറച്ച് ഇമോഷണലി ഉള്ള സാധനങ്ങൾ, നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ലവ് സബ്ജക്റ്റ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോമഡി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തു നോക്കണം. അങ്ങനെ ഒരു സാധനം വന്നാൽ ചെയ്തു നോക്കണം. മഞ്ജു ചേച്ചിയുടെ കൂടെ മോളായിട്ട്, ഇല്ലെങ്കിൽ അനിയത്തിയായിട്ട്, ആണെങ്കിലും നമുക്ക് ഏത് ക്യാരക്ടർ ആണെങ്കിലും നമ്മൾ ഓക്കെ ആണല്ലോ. സന്തോഷ് പണ്ഡിറ്റ് കൂടെ എനിക്ക് അഭിനയിക്കണമെന്നൊന്നുമില്ല, വേണ്ടെന്നാ? സന്തോഷ് പണ്ഡിറ്റിന്റെ കൂടെ അഭിനയിക്കണ്ട. ഉർവശി മാമിന്റെ കൂടെ ഇപ്പൊ ഒരെണ്ണം ചെയ്തു, ഹാപ്പി. കോമ്പിനേഷൻ സീൻസ് അങ്ങനെ ഇല്ല നമുക്ക്, പക്ഷെ ഉർവശി മാമിന്റെ സിനിമയിൽ അല്ലെങ്കിൽ മാമിന്റെ ഒരു ഫിലിമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി, നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്. ഇപ്പോൾ മൂവി അല്ല വേറെ തിരക്കൊന്നും ഷൂട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഡേ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മുന്നേ നേരത്തെ ഒരു നമ്മളൊരു 6 മണിക്ക് എണീറ്റ് ഒരു 7 മണിയാകുമ്പം ജിമ്മിലൊക്കെ പോവും. ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്ക് പുറത്തുനിന്ന് കഴിച്ചിട്ടായിരിക്കും വരുന്നത്, ഇല്ലെങ്കിൽ വന്നിട്ട് കുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിക്കും. അതൊക്കെ കഴിയുമ്പോഴത്തേക്കൊരു സമയമാവും, പിന്നെ ഉച്ചയാവും, പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടീസാവും. അതുവരെ പിന്നെ ഫുൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. സമയം കിട്ടുവാണെങ്കിൽ മൂവി എന്തെങ്കിലും ഒരെണ്ണം കാണും. എല്ലായിടത്തും ചോദിക്കും സജഷൻ, ഞാൻ കാണാത്ത പടങ്ങൾ റെഫർ ചെയ്ത്, ഐ മീൻ റെഫറൻസ് എടുക്കും. അപ്പം അങ്ങനെ അവർ റെഫർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കാണാറുണ്ടിരുന്ന് ലിസ്റ്റ്. അത് ഞാൻ ഒരു റോണി ചേട്ടനൊക്കെ ഉണ്ട്, എൻ്റെ ഡയറക്ടറാണ്. അപ്പം ചേട്ടനോട് ചോദിക്കും ഏതൊക്കെയാണ് സിനിമകൾ നല്ലതുള്ളത്, മേ ബി ഞാൻ മിസ് ചെയ്തത്, എന്തായാലും കാണണം എന്നുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ലിസ്റ്റ് അയച്ചു തരും. അപ്പോൾ അതിൽ കണ്ട് ഇങ്ങനെ ടിക്ക് ചെയ്ത് കണ്ടതൊക്കെ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ബുക്സ് വായിക്കുമായിരുന്നു. ഒരിടെ ബുക്സ് വായിക്കണം എന്ന് കമ്പൽസറി ആയിട്ട് എല്ലാവരും പറയുന്നതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് റീഡിങ് അങ്ങനത്തെ പേഴ്സൺ ഒന്നുമല്ല, പക്ഷെ വേണം എന്നുള്ളത് കൊണ്ട്, നമ്മളത് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് വായിക്കുമായിരുന്നു. ഒരു കാസ്റ്റിംഗ് ഡയറക്ടറും പിന്നെ നമ്മുടെ ആക്ടിങ് ക്ലാസ് ഒക്കെ എടുക്കുന്നൊരു വിമൽ ചേട്ടനുണ്ട്. അപ്പം വിമൽ ചേട്ടൻ പറയും വായിക്കണം. അപ്പം ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ഇംഗ്ലീഷ് ബുക്സും അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പം വിമൽ ചേട്ടൻ പറഞ്ഞു, അല്ല, നമ്മൾ മലയാളത്തിൽ പടം ചെയ്യുമ്പം മലയാളം നല്ല ബുക്സ് വായിക്കണം, അപ്പം നമുക്ക് ഡയലോഗ്സ് പഠിക്കാനും ഡെലിവർ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ടിപ്സിന് പറ്റുമ്പോഴൊക്കെ കുറച്ച് വായിച്ചിട്ട് വെക്കും. പിന്നെ ഒരിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു ജേർണലിങ്. അപ്പം അത് കുറച്ച് എഴുതുമായിരുന്നു, പക്ഷെ ഇപ്പം അത് നിർത്തി. എന്ന് വെച്ചാൽ അത് ഫുൾ പരിപാടിയൊക്കെ തെറ്റിയല്ലോ. ഇപ്പം ജിമ്മ് ബ്രേക്കായി, ഈ ജേർണലിങ് പരിപാടിയൊക്കെ ബ്രേക്കായി. അത് നമ്മളിങ്ങനെ ഓരോ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ. അപ്പം നോർമൽ ഡേയ്സിൽ ഇതൊക്കെയാണ് മെയിൻ പരിപാടി. പിന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഒന്ന് എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ, മോസ്റ്റ്ലി എല്ലാവരും കല്ലൂർ സ്റ്റേഡിയം ആ ഭാഗത്തുണ്ടാവും. അപ്പോൾ അവിടെയാണ് എല്ലാവരും കൂടുന്നതിൽ ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. അങ്ങനെ അതൊക്കെയാണ് യൂഷ്വൽ ഡേയ്സിലുള്ള പരിപാടി. ഷൂട്ടാണെങ്കിൽ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. രാവിലെ 6 മണിക്കാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ സമയമാകുമ്പം സെറ്റിലെത്തുന്നു, പിന്നെ അതിൻ്റെ പരിപാടി, അത് വായിക്കുന്നു, പഠിക്കുന്നു. ഈ ബ്രേക്കിൻ്റെ സമയത്ത് മാത്രമാണല്ലോ നമ്മൾ കുറച്ച് നേരം ഇരിക്കുന്നത്. ബാക്കി എല്ലാ സമയത്തും നമ്മൾ വർക്കിലായിരിക്കും. ചില സമയങ്ങളിലാണെങ്കിൽ രാവിലെ വരെയൊക്കെ ഷൂട്ടുള്ള ദിവസം ഉണ്ടാവും, നൈറ്റ് ഷൂട്ടൊക്കെ ഉള്ള ദിവസം. അപ്പം അങ്ങനത്തെ ദിവസം പിറ്റേ ദിവസം നമുക്ക് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ബ്രേക്ക് തന്നാൽ നമ്മൾ ഫുൾ ഉറക്കവും റെസ്റ്റൊക്കെ ആയിരിക്കും. അങ്ങനത്തെ പരിപാടി. ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു ഫീലൊക്കെ എങ്ങനെയുണ്ടോ? ലൈക്ക് എനിക്ക് തോന്നുന്നു ഇവിടത്തേക്കാളും കൂടുതൽ തമിഴിലാണ്. ബിക്കോസ് ഹബീബി അത്രയും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് വർക്കായി അവിടെ. അത് കുറച്ചും കൂടിയും അത്രയും റിസീവ് ചെയ്തത് കൊണ്ട് റീസെൻ്റായിട്ട് പോകുമ്പോഴൊക്കെ, ഇപ്പോൾ സ്റ്റിൽ റണ്ണിങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ അവിടെ ഉള്ള സമയത്ത് റീസെൻ്റായിട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ മനസ്സിലായി. ആ ക്യാരക്ടർ നെയിം ഇപ്പോൾ വിളിക്കുന്നത് തന്നെ, അനുവൊന്നും വിളിക്കാറില്ല. സാലിയ എന്ന് വിളിക്കുന്നവരുണ്ട്, ചാച്ചി എന്ന് വിളിക്കുന്നവരുണ്ട്. അപ്പം അവിടെയാണ് കൂടുതലും അങ്ങനെ. പിന്നെ മധുവിധു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇവിടുത്തെ എനിക്ക് വലിയ ഐഡിയ ഇല്ല. കാരണം ഇത് കഴിഞ്ഞ ഉടനെ ആയിരുന്നു അതിൻ്റെ ഒരു പരിപാടീസൊക്കെ തുടങ്ങി. അപ്പം ഞാൻ ചെന്നൈയിലായിരുന്നു ലാസ്റ്റ് 1 month ആയിട്ട്. അപ്പം ഞാനിവിടെ വന്ന സമയം തൊട്ട് ശ്രദ്ധിക്കുന്നതായിരുന്നേ,
ലൈക്ക് എങ്ങനെ ഒരാൾക്ക് ഇത്രയും എഫേർട്ട്ലെസ്ലി ഇങ്ങനെ ഇത്രയും മുൻചെത്തിയിട്ടിരിക്കാൻ പറ്റണേ? അയ്യോ, സ്കിന്നൊക്കെ എങ്ങനെയാണ്? സ്കിൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഭയങ്കര മോശം. ഇതിപ്പം ഇപ്പൊ കാണുന്നത് ഇച്ചിരി ബെറ്റർ ആയതാണ്. ഞാൻ ഷൂട്ടിന് പോയപ്പം ഞാൻ തീരെ സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളാണ്, തീരെ കൺസേൺ അല്ലായിരുന്നു. എല്ലാവരും പറയും ചെക്കന്മാർക്ക് പോലും കുറച്ചും കൂടെ സമയം വേണം റെഡി ആവുന്ന, അത്രയും പെട്ടെന്ന് റെഡി ആവുന്ന ആളായിരുന്നു. അങ്ങനെ ഒന്നും ചെയ്യാണ്ട് മധുവിധയുടെ ഷൂട്ട് നടക്കുമ്പം ഡെയിലി നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ പ്രൊഡക്റ്റിന്റെ മേലെ വീണ്ടും വീണ്ടും ടച്ച് ചെയ്ത് ഇങ്ങനെ ഇടുമല്ലോ. അപ്പോൾ ഒരു പോയിന്റ് എത്തിയപ്പം എനിക്ക് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു പാക്കപ്പിൻ്റെ കുറച്ച് ദിവസം മുന്നേ, അതുവരെ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുമായിരുന്നു. പാക്കപ്പിന്റെ കുറച്ച് ദിവസം മുന്നേ ഭയങ്കര അലർജിക്കായി, സ്കിന്ന് ഭയങ്കര അലർജിക്കായി. എനിക്ക് ഭയങ്കര അത് വിഷമായി. അയ്യോ, നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് ആ കുഞ്ഞു കുഞ്ഞു ബംസൊക്കെ അറിയുമല്ലോ എന്നുള്ളത്. അപ്പം തൽക്കാലത്തേക്ക് മെഡിസിനൊക്കെ എടുത്തു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വന്നപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ഓക്കെ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കണം, ഓക്കെ അല്ലെ ഒരു പ്രോപ്പർ സ്കിൻ കെയർ ഒന്ന് ഫോളോ ചെയ്യണം, നമുക്ക് പറ്റണ പ്രൊഡക്ട്സ് അത് കുറച്ചാണെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ തോന്നി. ഞാൻ അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ട് ആ ഇഷ്യൂസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. ഇപ്പോൾ കുറച്ച് ബെറ്ററായി, സ്കിൻ കുറച്ച് ബെറ്ററായി. പിന്നെ ഇപ്പോൾ അവർ തന്ന പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്യാണ്ട് അവർ തന്ന മോയ്സ്ചറൈസറും അവർ തന്ന സൺസ്ക്രീനും മാത്രമേ യൂസ് ചെയ്യുന്നു, വേറെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. പുറത്ത് പോകുമ്പോഴും ഷൂട്ടിനാണ് മെയിൻലി മേക്കപ്പ് പോലും യൂസ് ചെയ്യുന്നത്, അല്ലാത്തപ്പം ഇല്ല. ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അല്ലെങ്കിൽ മേ ബി ഒരു കോമ്പാക്റ്റ് യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ റീൽസിലൊക്കെ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ലുക്ക്, നല്ല രസമായിട്ട് സിമ്പിൾ ആയിട്ട് പോകുന്നു, നല്ലൊരു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റെഡിയാവാൻ മടിയാണ്. എനിക്കിപ്പോൾ ഒരു റീൽ എടുക്കണമെങ്കിൽ പോലും ഇന്നലും ഇനി ഞാൻ ഹബീബിയുടെ ഡയറക്ടർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഒരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു, അനു നമ്മൾ മലേഷ്യയിൽ ഈ നമ്മുടെ പടം റിലീസ് ചെയ്യാൻ പോവാണ്, അപ്പോൾ അതിനൊരു വീഡിയോ ലൈക്ക് DMY ക്രിയേഷൻസിൻ്റെ അവരാണ് ചെയ്യുന്നത് അവിടെ, അപ്പോൾ അതിന് വേണ്ടി ഒരു വീഡിയോ അയച്ചിട്ടാൻ പറഞ്ഞു. ഞാനത് ഇന്നാണ് ആക്ച്വലി അയച്ചു കൊടുത്തത്. എനിക്ക് റെഡിയാവാൻ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് റെഡിയാവുന്നത് ഇഷ്ടമല്ല, അപ്പം റെഡിയാവാനുള്ള മടി കൊണ്ടും പിന്നെ ഡ്രസ്സ് മാറണം റെഡിയാവണം എന്നൊക്കെ. പക്ഷെ ഞാൻ നോർമൽ ഒരു ഡ്രസ്സിലാണ് എന്നിട്ട് ആ വീഡിയോ എടുത്തത്. എനിക്ക് ഈ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടുന്നത് വലിയ താല്പര്യമില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് റീൽസ് ഞാൻ അധികം ചെയ്യാത്തത് തന്നെ അതുകൊണ്ടാണ്. വല്ലപ്പോഴും ചെയ്യുമ്പോഴും നോർമലായിട്ട് തന്നെ ചെയ്യും. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരുപാട് കമന്റ്സ് വരും, ലൈക്ക് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും, അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഈ പറഞ്ഞ പോലെ അതില് നെഗറ്റീവ് കമന്റ്സ് എനിക്ക് അങ്ങനെ വരാറില്ല. അതാണ് എൻ്റെ ഒരു എനിക്കെന്തോ ഭാഗ്യമുള്ളതെന്ന് തോന്നുന്നു, അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇതുവരേക്കും അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും അധികം കേട്ടിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല. ഒരു ഓളത്തിന് ഞാനങ്ങനെ ഒരു കംഫർട്ട് സോണിലങ്ങ് പോവുകയാണ്, അപ്പം അത് പിടിക്കും. പിന്നെ ഒരുപാട് അതിൽ കിടന്ന് ഈ സോഷ്യൽ മീഡിയയിലൊന്നും ഒരുപാട് ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നോക്കും എന്നല്ലാണ്ട് അതിലധികം സ്ക്രോൾ ചെയ്യൽ പരിപാടി അതിൻ്റെ അധികം കൺസേൺ ആവാറില്ല. എന്ത് കമൻസ് വരുന്നു എന്താണെന്നൊക്കെ എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട്സ് എന്തെങ്കിലും കമൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കും, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഒരുപാട് അതിൻ്റെ പുറകെ പോകാറില്ല, കുറവാണ്. ഇപ്പോൾ ഡൗൺ ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ സെൽഫായിട്ട് എന്ത് മോട്ടിവേഷൻസാണ് കൊടുക്കുക? ലൈക്ക് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പം മെയിനായിട്ട് എൻ്റെ പരിപാടി കരയാണ്. കരഞ്ഞ് നല്ലോണം കരയും. എൻ്റെ കൂട്ട് എന്ന് പറയുന്നത് എൻ്റെ റൂമിൻ്റെ എഗെയിൻ ഒരു റൂമിലൊരു ഡ്രസ്സിങ് റൂം പോലെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ വലിയ മിററുണ്ട്. ആ വലിയ മിററും ഞാനേ ഉണ്ടാവുള്ളൂ. ഞാൻ മിററിൽ നോക്കി കരയാൻ മിടിക്കുക, ഭയങ്കരമായിട്ട് കരയും. കരഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെ. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഐ ഫീൽ ബെറ്റർ, ഓക്കെ ആവും. പിന്നെ വളരെ വളരെ കുറച്ച് പേരേ ഉള്ളൂ ഞാൻ അങ്ങനെ വിളിച്ച് പറയുന്നത്. ഓക്കെ എനിക്കിങ്ങനെ ഒരു വിഷമമുണ്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ പറയുന്നത് ഞാൻ ഒരുപാട് അങ്ങനെ ഷെയർ ചെയ്യാറില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന കൂട്ടത്തിലാണ്, ഒരുപാട് അങ്ങനെ ഷെയർ ചെയ്യാറില്ല. ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീരെ പറ്റുന്നില്ലെങ്കിലൊക്കെ 1-2 പേരെടുത്ത് പറയും. അവർക്ക് ഞാൻ വിളിക്കുമ്പോൾ തന്നെ അറിയാം, ബിക്കോസ് ഞാൻ അങ്ങനെ ഫോൺ പേഴ്സണും അല്ല, എപ്പോഴും വിളിക്കത്തില്ല, എപ്പോഴും മെസ്സേജ് അയക്കത്തില്ല. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ആരെങ്കിലും വിളിക്കുമ്പോൾ ഓക്കെ ഒന്ന് എന്തുകൊണ്ട് അപ്പോൾ ഒന്ന് കേൾക്കണം എന്നുള്ളതിൽ അവർ കേട്ടിരിക്കും. പിന്നെ അവർ പറയുന്ന സൊല്യൂഷനും ഞാൻ എടുക്കില്ല, അതാണ് കോമഡി. എനിക്കെന്താ പ്രശ്നമുണ്ടായി അത്
എനിക്ക് തോന്നിയിട്ട് ഞാൻ തന്നെ സോൾവ് ചെയ്യണം. പക്ഷെ പറയുമ്പോൾ അത് കേട്ടാൽ മാത്രം മതി. സജഷൻസ് എടുക്കും, പക്ഷേ ഡിസിഷൻ. അതെ അതെ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് മൂവി അഭിനയിച്ചു, അതെല്ലാം നല്ല അത്യാവശ്യം നല്ല മൂവീസാണ്. അപ്പോൾ ഈ അഭിനയിച്ചതിൽ കുറച്ചും ബെറ്റർ ആക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്നൊന്ന് നന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഹബീബി ഞാൻ പറഞ്ഞില്ലേ 3 years ബിഫോർ ചെയ്തതാണ്. പക്ഷെ നല്ല റെസ്പോൺസാണ്, എല്ലാവർക്കും ഭയങ്കര അടിപൊളിയായി എന്ന് പറഞ്ഞു. ആ ക്യാരക്ടർ അവരങ്ങനെയാണ് എന്നെ വിളിക്കുന്നതും എല്ലാം ഓക്കെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ ഫസ്റ്റ് മൂവി ആണല്ലോ, പിന്നെ വേറെ ഒരു ലാംഗ്വേജിൽ ചെയ്തു. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ ചെയ്യുവാണെങ്കിൽ കാരണം ആ ഒരു ട്രാൻസ്ഫോർമേഷനും പരിപാടിയൊക്കെ ഉണ്ട്. അതെനിക്കിപ്പോ ചെയ്യുവാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഇതിലും ഈ ചെയ്തതിന്റെ ഇനിയും ബെറ്റർ ആക്കി ചെയ്യായിരുന്നു. പക്ഷെ ചെയ്തത് ഞാൻ കണ്ടുവെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. 3 years ബിഫോർ ചെയ്തെന്നുള്ളതില് നല്ലതാണ്. പക്ഷെ മേ ബി ഇപ്പൊ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ അതൊന്നും കൂടിയും ഞാൻ മൈന്യൂട്ട് കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഈ ഷൂട്ടിന്റെ പരമായിട്ട് ഷൂട്ട് ബേസ്ഡ് ആയിട്ടേ ഇപ്പൊ ട്രാവലിംഗ് പരിപാടിയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് സെൽഫായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫ്രീ ടൈമിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെ വെച്ചേക്കുക ഭാവിയിലേക്ക്. ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും. ഓക്കെ, ഒരുപാട് സിനിമയൊക്കെ ചെയ്ത് ഇടക്കൊന്ന് ബ്രേക്ക് എടുക്കുമ്പോൾ അതെ കുറച്ച് പൈസയൊക്കെ വന്നിട്ട് ഒരുപാട് ട്രിപ്പൊക്കെ പോണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ബക്കറ്റ് ലിസ്റ്റ് ഇട്ടേക്കുക. എവിടെയാണ് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നത്? എനിക്ക് ഫസ്റ്റ് ഞാൻ വീണ്ടും പോകാൻ എനിക്ക് ഇഷ്ടമുള്ളത് ദുബായ് തന്നെയാണ്. ബിക്കോസ് അവിടെ ഞാൻ സെറ്റിൽ ആവണം എന്ന് വിചാരിച്ച ആളാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും അവിടെ ജീവിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അവിടെ. പിന്നെ ഈ ഒരു സിനിമ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നു. പക്ഷെ വീണ്ടും എനിക്ക് പോകണം എന്നുള്ളത് ദുബായ് ആണ്. പിന്നെ കാണാത്ത എല്ലാ സ്ഥലത്തും പോകാൻ ആഗ്രഹമുണ്ട്. ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പറയുമ്പോൾ അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാൻ. പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് ട്രാവൽ ചെയ്യണം, അങ്ങനത്തെ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി സെൽഫായിട്ടിട്ട് ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വരെ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല മൂവീസിൽ അഭിനയിച്ചു, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ബിഗിനേഴ്സിനോട് പറയാനുള്ളത് എന്തായിരിക്കും ഒരു മോട്ടിവേഷൻ? അങ്ങനെ മോട്ടിവേഷൻ കൊടുക്കാനൊന്നുമില്ല. നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് കംപ്ലീറ്റ് നമ്മുടെ 100% കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് പോയിന്റിൽ ബാക്കോട്ടേക്ക് പോകാൻ തോന്നും, പക്ഷെ പോരുത്. നമ്മൾ മാക്സിമം അത് വിട്ട് കളയാണ്ട് പിടിക്കുക. അപ്പം കിട്ടും, ഒരു ദിവസം നമുക്ക് എന്തായാലും ആ ഒരു ഡോർ ഓപ്പണായി കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാട്ടോ. കാരണം 1% പോലും ആദ്യം ഇറങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ട്രൈ ചെയ്യാമെന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഓരോ പോയിന്റ് എത്തുമ്പോൾ കിട്ടാണ്ടിരിക്കുമ്പം നമുക്കത് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അതൊക്കെ വേണം. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ കിട്ടും. മടി അങ്ങ് ഒഴിവാക്കുക. അതെ, മടി ഉണ്ടാവരുത്. ഓക്കെ, ഇപ്പോൾ പാരൻസിൻ്റെ അടുത്ത് ലൈക്ക് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കാരി ആയിട്ടുള്ള സംഭവമാണ്. ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അത്രത്തോളം സ്കാരി ആണോ ഒരു ആസ് എ ഗേൾ എന്നുള്ള നിലക്കൊക്കെ? എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. അതും മേ ബി ഞാൻ അങ്ങനെ നല്ല പ്രൊജക്റ്റ് നോക്കി അല്ലെങ്കിൽ നന്നായിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് എടുക്കുന്നതുകൊണ്ടായിരിക്കും. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പിന്നെ ഡിപ്പെൻസ് അറിയില്ല, നമുക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലും ആലോചിച്ചിട്ടില്ല അങ്ങനെ. ഓക്കെ, ഇപ്പോൾ പാരൻസിനോട് കൊടുക്കാനുള്ളൊരു മോട്ടിവേഷൻ എന്തായിരിക്കും? ലൈക്ക് ഒരു ചാൻസ് നോക്കുന്ന അവരുടെ പിള്ളേരൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം? അനുവിൻ്റെ പാരൻസ് ചെയ്തപോലെ എന്തിന് ട്രൈ ചെയ്യുന്നതായിക്കോട്ടെ, മൂവീസൊന്നുമല്ല, ഇപ്പം അവരുടെ കുട്ടികൾക്ക് ഏത് പരിപാടിയിലേക്ക് ഇറങ്ങണം എന്നൊരു ഇതുണ്ടാകുമ്പം ഫസ്റ്റ് സപ്പോർട്ട് കൊടുക്കേണ്ടത് പാരൻസ് ആണല്ലോ. ബാക്കി എല്ലാവരും പിന്നെയല്ലേ. ഇപ്പം ബേസിക്കായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും നമുക്ക് എഫേർട്ട് ഇടാനും അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും എല്ലാ കാര്യത്തിലും ഒരു മെൻ്റൽ സപ്പോർട്ട് കൊടുത്താൽ മതി. മേ ബി അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര അടിപൊളി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പാരൻസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് എന്നെ മനസ്സിലാവുമായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ പറയുമ്പം അവർക്ക് അറിയായിരുന്നു എൻ്റെ
ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ട് അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവർ കൂടെ നിന്നു. അപ്പം അങ്ങനെ കൂടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആരും സപ്പോർട്ടിന് ഇല്ലാണ്ടാകുമ്പോഴത്തേക്ക് അതും ഭയങ്കര പ്രശ്നമാണല്ലോ. ഓക്കെ, ഇപ്പോൾ അപ്കമിങ് പ്രൊജക്ട്സ് ഒക്കെ ഏതൊക്കെയാണ്? ഇനി റിലീസ് ആവാനുള്ളത് ഉർവശി മാമിൻ്റെ ഒരു പ്രൊജക്റ്റാണ്, റൂം നമ്പർ 9 എന്ന് പറഞ്ഞിട്ട്. റീസെൻ്റ്ലി റിലീസാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇനി വരാനുള്ളത്. പിന്നെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴിൽ 2 പ്രൊജക്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തോ? ഇല്ല, അത് ഒരെണ്ണം സ്റ്റോറി കേട്ടിട്ട് സ്ക്രിപ്റ്റ് കേട്ടിട്ടേ ഉള്ളൂ. ഒരെണ്ണം ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ഇപ്പോൾ വിളിച്ചില്ലേ, അപ്പോൾ അവരായിരുന്നു. അതിനിപ്പം പ്രൊഫൈലൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്. ലൈക്ക് ഹബീബി പോലത്തെ ഇല്ല, ഒരു വേറെ ടൈപ്പ് ഓഫ് പൊട്ടക്കാളി എന്ന് പറഞ്ഞിട്ടുള്ള ടീമിൻ്റെ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ അതിങ്ങനെ സംസാരിക്കും. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് പോകട്ടെ, എല്ലാ കാര്യങ്ങളും. നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ മധുവിധു ആണെങ്കിലും ഹബീബി ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ലൈക്ക് ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ ഐ എം സോ ഹാപ്പി. അത്രയും ആക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഹബീബി ആണെങ്കിൽ ഇപ്പോൾ 3rd വീക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും പടം കണ്ടിട്ടുണ്ട്. കാണാത്തവർ പടങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ആൻഡ് ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും നേരം എൻ്റെ കൂടെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ച് സംസാരിച്ച് ആയിഷ